ഹായ് ഡിയേഴ്സ്, ഇത് നമുക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ 4th മോഡ്യൂളാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. ഈ 4th മോഡ്യൂൾ വളരെ ഈസി ഉള്ളൊരു മോഡ്യൂളാണ്. ഇതിനകത്ത് 2 തരം ചോദ്യങ്ങളാണ് ചോദിക്കുക. ഒന്നുകിൽ ഐസോമെട്രിക് വ്യൂ ചോദിക്കും, അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ചോദിക്കും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ആദ്യം ഈ ഒരു മോഡ്യൂൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ചില സോളിഡുകളുടെ ഐസോമെട്രിക് വ്യൂ പഠിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുക മിക്കവാറും ഒരു സോളിഡിൻ്റെ മേലെ മറ്റൊരു സോളിഡ് കയറ്റി വെച്ച രൂപത്തിലായിരിക്കും. കമ്പൈൻഡ് ആയിട്ടുള്ള സോളിഡ്സ് ആണ് ചോദിക്കുക. പക്ഷേ ഓരോന്നിൻ്റെ ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ നമുക്ക് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ആ കമ്പൈൻഡ് വരക്കാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് ഒരു കോണ് എങ്ങനെയാണ് ഐസോമെട്രിക് ആയിട്ട് വരയ്ക്കുക എന്നുള്ളത് നോക്കാം. എ കോൺ ഓഫ് ഡയമീറ്റർ 50 mm ആൻഡ് ഹൈറ്റ് 60 mm is placed on the horizontal plane with its axis vertical. Draw its isometric view. അപ്പോൾ ഇതിനകത്തൊരു കോണാണ് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. കോണ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെച്ചിരിക്കുകയാണ്, അതിൻ്റെ ആക്സിസ് വെർട്ടിക്കലാണ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളതിൻ്റെ ബേസ് അടിഭാഗത്തേക്ക് ആക്കിയിട്ട് വെക്കില്ലേ, ആ രൂപത്തിലാണ് വെച്ചിരിക്കുന്നത്. സോ നമുക്കൊരു XY ആക്സിസ് വരക്കാം. ആക്സിസ് വെർട്ടിക്കലാണ്, അതിൻ്റെ ബേസിലാണ് അത് റെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അതിൻ്റെ ബേസാണ് വരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ തറയിലൊരു കോണ് വെറുതെ വെച്ചിരിക്കുന്ന രൂപം. അപ്പോൾ മുകളിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് എന്താണ് കാണുക? അതിൻ്റെ ആ ഒരു അടിഭാഗത്തിൻ്റെ ആ ഒരു സർക്കിൾ കാണും അല്ലേ. പിന്നെ ആ മുകൾ ഭാഗത്തുള്ള അപ്പെക്സ്, ആ ഒരു കൂർത്ത ഭാഗം ഉണ്ടല്ലോ, അത് ഒരു ഡോട്ടായിട്ടും കാണും. അത് രണ്ടുമാണ് മുകളിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണുക, അതായത് പ്ലാനിൽ അല്ലെങ്കിൽ ടോപ്പ് വ്യൂവിൽ കാണുക. നമുക്ക് ആ ടോപ്പ് വ്യൂ ആദ്യം വരക്കാം. 50 അല്ലേ ഡയമീറ്റർ പറഞ്ഞിരിക്കണേ. സോ നിങ്ങൾ കോമ്പസിൽ 2.5 എടുക്കുക, അതായത് 25 mm എടുക്കുക. 25 mm റേഡിയസ് ആണ് കോമ്പസിൽ നമ്മൾ എടുക്കുന്നത്, റേഡിയസ് ആണ് എടുക്കുക. എന്നിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും നമ്മൾ അല്ലേ. നമുക്ക് എത്ര കഷ്ണമായിട്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഇതിനെ 8 കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാണ്. എട്ട് കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് നമുക്ക് പേരും കൊടുക്കാം. മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂ ടോപ്പ് വ്യൂ ആയതുകൊണ്ട് ഡാഷ് ഇല്ലാത്ത രൂപത്തിലല്ലേ നമ്മൾ പേര് കൊടുക്കുക, നെയിമിങ് കൊടുക്കുക. സോ ABCD കൊടുക്കാം. ABCDEFGH എന്ന് കൊടുത്തു. നടുഭാഗത്തുള്ള ആ ഒരു ആക്സിസ് ഉണ്ടല്ലോ, അതിന് നമുക്ക് ഇങ്ങനെ പേര് കൊടുക്കാൻ പറ്റുക, PQ എന്നോ മറ്റോ കൊടുക്കാം. അടിഭാഗത്ത് Pയും മുകൾ ഭാഗത്ത് Qയും, ആ ഒരു കോണിൻ്റെ അടിഭാഗത്ത് P സെൻറ്ററിൽ, മുകൾ ഭാഗത്ത് അതിൻ്റെ അപ്പെക്സിൽ Q. അപ്പോൾ അടിഭാഗം നമുക്ക് മുകളിൽ നോക്കിയാൽ കാണില്ല, അതിനെ ബ്രാക്കറ്റിൽ കൊടുത്തു. ഈ ആക്സിസിനൊക്കെ നിങ്ങൾ പേര് XY എന്ന് തന്നെ കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ വരക്കണം. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 60 ആണ് ഹൈറ്റ്. സോ ഇതിൻ്റെ നടുഭാഗത്ത് നിന്ന് ഒരു ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ XY ആക്സിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അതാണ് സെൻറ്റർ പോയിൻറ്റ്. ഈ സെൻറ്റർ പോയിൻ്റ് നിന്നാണ് നമ്മൾ 60 എന്നുള്ള ഹൈറ്റ് മാർക്ക് ചെയ്യേണ്ടത്. സോ 60 എന്നുള്ള ഹൈറ്റ് കിട്ടി. അങ്ങോട്ട് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ഒരു കോണെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ട്രയാങ്കിൾ ആയിട്ടല്ലേ തോന്നുക, സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചതല്ലേ. ഇനി ബാക്കിയുള്ള ഈ ജനറേറ്റേഴ്സായിട്ട് നമ്മൾ വരച്ച ഈ ഡിവൈഡ് ചെയ്ത് വരച്ചല്ലോ, അതെല്ലാം നമ്മൾ മുകളിൽ കാണിക്കുക. ഈ ബിയും ഓരോ പോയിൻറ്റും കാണിക്കുക. ബിയും എച്ചും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ രണ്ടിനും കൂടെ ഒരൊറ്റ ലൈൻ വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ പോയിൻറ്റുകളൊക്കെ മുകൾ ഭാഗത്തും മാർക്ക് ചെയ്യണം. എ എന്നുള്ളത് താഴെയുണ്ട്, ഇവിടെ നമ്മൾ A' എന്ന് മാർക്ക് ചെയ്യും അല്ലേ. ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പേന കൊണ്ട് മാർക്ക് ചെയ്യാം. നിങ്ങൾ ഈ തിക്ക് ലൈനായിട്ട് വരയ്ക്കുന്നതൊക്കെ പെൻസിൽ കൊണ്ട് തിക്ക് ലൈൻ വരയ്ക്കണം. ഞാനിവിടെ പേന ഉപയോഗിക്കും കുറച്ച് കളർ കൂടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പെൻസിൽ തന്നെ ഉപയോഗിക്കണേ. സോ A', എക്ക് മുകളിൽ A', ഇൻ്റെ നേരെ മുകളിലുള്ള എലിവേഷനിൽ E', പിന്നെ ബിയും സിയും ഡിയും, അതായത് ABCDE എന്ന് പറയുന്ന ഇത്രയും ഭാഗം ഈ സെൻറ്ററിൽ നിന്ന് നമ്മുടെ അടുത്തേക്കല്ലേ, നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ അടുത്തേക്കാണ്, അത്രയും ഭാഗം മുകൾ ഭാഗത്ത് കാണുന്ന രൂപത്തിലായിരിക്കും. AEയുടെ അപ്പുറത്തേക്കുള്ളത് HGFGH ഈ ഭാഗം കാണാത്തതായിരിക്കും. സോ എലിവേഷനിൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ താഴെ ഭാഗത്തുള്ള പ്ലാനിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ അടുത്തേക്കുള്ള ഭാഗം കാണും, നമ്മളിൽ നിന്ന് വിട്ടുന്ന ഭാഗം കാണില്ല. സോ Fഉം Gയും Hഉം കാണില്ല, അതേസമയത്ത് ABCDE കാണും. സോ
എ ഡാഷ്, പിന്നെ ബി ഡാഷ് കാണും, സി ഡാഷ് കാണും, ഡി ഡാഷ് കാണും, ഇ ഡാഷ് കാണും. അതേസമയത്ത് എഫ് ഈ ഡിയുടെ നേരെ കൂടെ തന്നെയാണ് എഫ് വരിക, പക്ഷേ എഫ് കാണില്ല. സോ എഫ് ഡാഷ് മാർക്ക് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യുക. അതേപോലെ സിയുടെ കൂടെ തന്നെയാണ് ജി വരിക, പക്ഷേ ജി ഡാഷ് മാർക്ക് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൽ. ബിയുടെ കൂടെയാണ് എച്ച് വരിക, എച്ച് ഡാഷ് മാർക്ക് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൽ. ഇനി ആ പി ക്യൂ ഉണ്ട്, പി താഴെയും ക്യൂ മുകളിലും. ക്യൂ മുകളിലാണ് വരിക, അത് ക്യൂ ഡാഷ്, അത് കാണും. പി താഴെയാണ്, അത് സെൻട്രലായതുകൊണ്ട് കാണില്ല, അത് വേണമെങ്കിൽ ബ്രാക്കറ്റിനകത്തിടാം. അപ്പോൾ ഇതോടുകൂടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ കഴിഞ്ഞു. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇതുവരെ പഠിച്ച പ്രൊജക്ഷനാണ് അല്ലേ. ഇനി ഇതിൻ്റെ ഐസോമെട്രിക് ആണ് വരയ്ക്കാനുള്ളത്. സോ ഐസോമെട്രിക് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, വെറുതെ ഒരു ലൈൻ വരയ്ക്കുക. അത് ഈ എക്സ് വൈ ആക്സിൻ്റെ കൂടെ ആവണമെന്നൊന്നുമില്ല, ആ പേജിൽ എവിടെയെങ്കിലും ആയാൽ മതി. വെറുതെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇനി ഈ ലൈനിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഏകദേശം ഒരു സെൻട്രലായിട്ട് നമുക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. ആ പോയിൻ്റിൽ നിന്ന് 2 ലൈന് വരയ്ക്കണം 30 ഡിഗ്രി ആംഗിൾ. ഒരു 30 ഡിഗ്രി ആംഗിൾ ലൈൻ ഇങ്ങോട്ടും ഒരു 30 ഡിഗ്രി ആംഗിളിൽ ഇങ്ങോട്ടും, അങ്ങനെ 2 30 ഡിഗ്രി ആംഗിൾ വരയ്ക്കണം. അപ്പോൾ നമ്മുടെ പ്രൊട്രാക്ടർ ഉപയോഗിക്കുക. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ പൊസിഷനിൽ തന്നെ നമുക്ക് 2 സൈഡിലും 30 30 മാർക്ക് ചെയ്യാം. ഈ സൈഡിൽ നിന്ന് 0 10 20 30, ഇവിടെ ഒരു 30 മാർക്ക് ചെയ്യാം. ഈ സൈഡിൽ നിന്നും 0 10 20 30. അപ്പോൾ പ്രൊട്രാക്ടർ ഒരു പ്രാവശ്യം വെച്ച് അപ്പോൾ തന്നെ നമുക്ക് 2 സൈഡിലും 30 30 മാർക്ക് ചെയ്യാം. ഈ 30 150 ഒരൊറ്റ ലൈനായിരിക്കും ഇവിടെ വരിക, ഇവിടെയും 30 150 ഒറ്റ പോയിന്റിലായിരിക്കും വരിക. ശരി, അപ്പോൾ നമുക്കിനി ആ പോയിന്റിലൂടെ തിൻ ലൈൻ വരക്കാം. സോ ഇവിടെ ഒരു തിൻ ലൈൻ വരക്കുന്നു. സോ 30 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ കിട്ടി. ഇങ്ങോട്ടും അതേപോലെ ഒരു തിൻ ലൈൻ വരക്കുക, 30 ഡിഗ്രി ആംഗിളിൽ കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ഈ സൈഡിൽ വരച്ച ഈ കോണിൻ്റെ ഐസോമെട്രിക് വ്യൂ ഇങ്ങോട്ട് വരക്കാൻ പോവുകയാണ്. ഐസോമെട്രിക് വരക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സർക്കിളൊക്കെ കിട്ടുകയാണെങ്കിൽ ആ സർക്കിളിനെ ഒരു ബോക്സിലേക്ക് മാറ്റണം. സർക്കിൾ മാത്രമല്ല, ഹെക്സഗൺ, പെൻറ്റഗൺ പോലെയുള്ള ഷേപ്പുകളൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മളൊരു ബോക്സ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പം. സോ ഈ സർക്കിളിനെ, ഇവിടെയുള്ള ഈ ഒരു സർക്കിൾ ഉണ്ടല്ലോ, കോണിൻ്റെ ബേസ്, അതിന് നമുക്കൊരു ബോക്സിലേക്ക് മാറ്റാം. സോ അതൊരു സ്ക്വയർ ആയിരിക്കും. ഒരു ബോക്സിലേക്ക് ഇതിനെ മാറ്റിയില്ലേ. ഈ ബോക്സിന് നമുക്കൊരു പേര് കൊടുക്കാം, LMNO. ബോക്സിന് പേര് കൊടുത്തു. ഈ ബോക്സ് നമ്മൾ ആദ്യം ഇവിടെ വരക്കണം. അത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ ഈസിയാണ്. ഈ ബോക്സ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, L എന്ന് പറയുന്ന ഈ ലെഫ്റ്റ് കോർണറുണ്ടല്ലോ ബോക്സിൻ്റെ, ആ പോയിൻ്റ് ആയിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരിക. ഇതിങ്ങനെ കുത്തനെ വെച്ചതായതുകൊണ്ട്, ഈ ഒരു സോളിഡ് കുത്തനെ വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ L എന്നുള്ള പോയിൻ്റ് ഇവിടെ സെൻറ്ററിലാണ് വരിക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ പ്രിസവും പിരമിഡും ഒക്കെ തറയിൽ കിടത്തി വെച്ച രൂപത്തിലുള്ള പ്രോബ്ലം കിട്ടുവാണെങ്കിൽ അപ്പോൾ M എന്നുള്ള പോയിൻ്റാണ് സെൻറ്ററിൽ വരിക. അതായത് ഈ റൈറ്റ് കോർണറിലാണ് ആ സമയത്ത് സെൻറ്ററിൽ വരിക. ഇതിപ്പോൾ കുത്തനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രോബ്ലം കിട്ടുമ്പോൾ L എന്നുള്ള ഈ ലെഫ്റ്റ് സൈഡിലുള്ള പോയിൻ്റാണ് ഇവിടെ സെൻറ്ററിൽ വരിക. സോ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ ഉപയോഗിക്കാം, L. ഇനി M കിട്ടാൻ വേണ്ടിയിട്ട് ഈ LM എത്ര ഉണ്ടാവും അത് അളക്കേണ്ട ആവശ്യം പോലും ഇല്ല. ശരിക്കും ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ 50 ആയതുകൊണ്ട് ഈ ഒരു ബോക്സിൻ്റെ സൈഡുകളെല്ലാം 50 ആയിരിക്കൂലേ. സോ 50, അതേ 50 ഇവിടെ എടുക്കുക. ഈ ലൈനുമയാണ് എടുക്കേണ്ടത് കേട്ടോ. ഈ 30 ഡിഗ്രിയിൽ ചെരിച്ച ലൈനുമയാണ് എടുക്കേണ്ടത്. 50ൽ പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതേപോലെ അത് M എന്നുള്ള പോയിൻ്റാണ്. ഇനി O എന്നുള്ള ഈ പോയിൻ്റ്, ആ പോയിൻറ്റും 50 ആയിരിക്കൂലേ, അപ്പോൾ അതും ഇവിടെ 50ൽ പോയിൻ്റ് മാർക്ക് ചെയ്യുക. അത് O എന്നുള്ള പോയിൻ്റ്. ഇനി നമുക്ക് N എന്നുള്ളൊരു പോയിൻ്റ് ഇവിടെ എവിടെയോ കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് കോമ്പസിൽ നിങ്ങൾ 50 എടുക്കുക. സെയിം 50 ഇവിടുന്ന് അളന്നെടുത്താലും മതി, അല്ലെങ്കിൽ സ്കെയിലിൽ നിന്ന് എടുത്താലും വേണ്ടില്ല. എടുത്തിട്ട് ഈ O എന്നുള്ള പോയിൻ്റിൽ നിന്ന് ഒരു ചെറിയ ആർക്ക് വരയ്ക്കുക. M എന്നുള്ള പോയിൻ്റിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് N എന്നുള്ള പോയിൻ്റ് കിട്ടി. N, ആ N എന്നുള്ള പോയിൻ്റിലേക്ക് ഈ Oയിൽ നിന്നും Mൽ നിന്നും ഓരോ ലൈന് വരയ്ക്കുക. ഇപ്പോൾ ഇവിടെയുള്ള LMNO എന്ന് പറയുന്ന ബോക്സ് LMNO ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതേ ഷേപ്പിലല്ല കിട്ടിയത്, ഷേപ്പ് ഒന്ന് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അളവുകളൊക്കെ സെയിം ആണ് അല്ലേ. LMൻ്റെ 50 തന്നെയാണ് ഇവിടെ LM 50.
ഈ എം എൻ 50 ആണ്, ഇവിടെയും 50 ആണ്. ഇവിടുത്തെ സെയിം അളവുകളാണ് ഇവിടെ. അങ്ങനെ സെയിം അളവുകൾ എടുത്ത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതിനെയാണ് ഐസോമെട്രിക് വ്യൂ എന്ന് പറയാം. നിങ്ങൾ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഐസോമെട്രിക് വ്യൂവും ഐസോമെട്രിക് പ്രൊജക്ഷനും തമ്മിൽ മാറിപ്പോകരുത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ അളവിൽ വ്യത്യാസം ഉണ്ടാവും, ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ അളവിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ആദ്യം വരയ്ക്കുന്ന ഓർത്തോഗ്രാഫിക് ഫിഗർ ഉണ്ടല്ലോ, ഇതിനകത്ത് എത്രയാണോ അളവ് സെയിം അളവാണ് ഇങ്ങോട്ട് എടുക്കുക. അതൊരു സ്ഫിയറിൻ്റെയും ഹെമിസ്ഫിയറിൻ്റെയും കേസ് വരുമ്പോൾ മാത്രമേ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ആ സമയത്ത് പറയാം. അപ്പോൾ ഇവിടെ ഈ LM 50 ആയതുകൊണ്ട് ഈ LM 50 തന്നെ ആയിരിക്കും, LO 50, ഇത് 50, എല്ലാം സെയിം അളവ്. ഇനി എന്ത് ചെയ്യണം, ഈ ബോക്സിനകത്താണ്, ഇവിടെ ഈ ബോക്സിനകത്താണല്ലോ ഈ സർക്കിള്. സോ ഈ ബോക്സിനകത്തേക്ക് ആ സർക്കിളിനെ കൊണ്ടുവരണം. ആ സർക്കിളിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതൊരു ഓവൽ ഷേപ്പാണ് ആയിട്ടാണ് മാറുക. സെയിം സർക്കിളല്ല, ഒരു ഓവൽ ഷേപ്പിലാണ് നമുക്കിവിടെ കിട്ടുക. അത് വരയ്ക്കാനുള്ള മാർഗം വളരെ സിമ്പിളാണ്. ഈ 4 വശത്തിൻ്റെയും സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യുക. 4 സെൻറ്റർ മെത്തേഡ് എന്നാണ് അതിന് പറയുക. സോ ഓരോ വശത്തിൻ്റെയും സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഈ ബോക്സിനകത്ത് 4 കോണുകളുണ്ട്, 1, 2, 3, 4. ഇതിനകത്ത് ഈ 2 കോണുകളും ചെറിയ കോണുകളാണ്, അത് വിട്ടേക്കുക. ഈ 2 കോണുകളും വലിയ കോണുകളാണ്. ഈ വലിയ കോണുകളിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലുള്ള പോയിൻറ്റുകളിലേക്ക് ഓരോ ലൈൻ വരയ്ക്കുക. ഇപ്പോൾ ഈ കോണിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പോയിൻ്റ് പറഞ്ഞാൽ ഇതും ഇതുമല്ലേ, ഇത് രണ്ടും ഇതേ ലൈനുമ ഇവിടുന്ന് പോകുന്ന ലൈനുമൊക്കെ കിടക്കുന്നത് നോക്കണ്ട. ഓപ്പോസിറ്റ് സൈഡിലുള്ള പോയിൻറ്റുകൾ ഇത് രണ്ടും, അതിലേക്ക് ലൈൻ വരയ്ക്കുക. അതേപോലെ ഈ പോയിൻറ്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ പോയിൻറ്റുകളിലേക്കും ഓരോ ലൈൻ വരയ്ക്കുക. തിൻ ലൈനാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം തിൻ ലൈനാണ്. നിങ്ങൾ ഈ ഐസോമെട്രിക് വരയ്ക്കുമ്പോൾ ആദ്യം എല്ലാം തിൻ ലൈൻ ആക്കിയിട്ട് ഏറ്റവും അവസാനം തിക്കാക്കേണ്ട ലൈൻസൊക്കെ തിക്കാക്കുകയായിരിക്കും കൂടുതൽ സൗകര്യം. ഇനി കോമ്പസ് എടുത്തിട്ട് ഈ കോർണറിൽ കോമ്പസ് കുത്തിയിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞില്ലേ, ആ 2 പോയിൻറ്റുകൾ തമ്മിൽ ഒരു ആർക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ കോമ്പസ് വെക്കുന്നു, ഓപ്പോസിറ്റ് സൈഡിലുള്ള പോയിൻറ്റുകൾ തമ്മിൽ ഒരു ആർക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്യും. അതേപോലെ ഈ N എന്നുള്ള പോയിൻറ്റിൽ കോമ്പസ് കുത്തിയിട്ട് നേരത്തെ വരച്ച പോലെ തന്നെ ഇവിടെയും ഒരു ആർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇനി ഈ 2 ലൈൻസും തമ്മിൽ കൂട്ടിമുട്ടിയ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻറ്റിൽ കോമ്പസ് വെച്ച് ഇതിൻ്റെ എൻഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക, ഒരു ആർക്ക് കൊണ്ട് ജോയിൻ ചെയ്യുക. അതേപോലെ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഈ 2 ലൈൻസിൻ്റെ എൻഡുകൾ തമ്മിലും ഒരു ആർക്ക് കൊണ്ട് ജോയിൻ ചെയ്യുക. ഇപ്പോൾ നോക്കിയേ, ഒരു ഓവൽ ഷേപ്പ് കിട്ടിയില്ലേ. ഇനി ഇതിൻ്റെ ഹൈറ്റ് നോക്കണം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഭാഗത്ത് നിന്ന്, ഇതിൻ്റെ ഈ കാണുന്ന ബോക്സിൻ്റെ സെൻറ്ററിൽ നിന്ന് 60 അല്ലേ മുകളിലേക്ക് ഹൈറ്റ് വരേണ്ടത്. ഇവിടെ നമ്മൾ 60 അല്ലേ എടുത്തത്, സെയിം 60 തന്നെയാണ് ഇവിടെയും വരേണ്ടത്. ഹൈറ്റിലൊന്നും വ്യത്യാസമില്ല, കാരണം ഐസോമെട്രിക് വ്യൂ ആണ്. ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ എല്ലാ അളവുകളും സെയിം ആണ്. സോ ഈ ബോക്സിൻ്റെ സെൻറ്ററിൽ നിന്ന് 60 മേലേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. എങ്ങനെ ഇതിൻ്റെ ബോക്സിൻ്റെ സെൻറ്റർ കാണുക? സെൻറ്റർ കാണാൻ വളരെ എളുപ്പമാണ്. ഒന്നുകിൽ ഓപ്പോസിറ്റ് കോർണറുകൾ തമ്മിൽ 2 ലൈൻ വരച്ചാൽ അത് കൂട്ടിമുട്ടുന്ന സ്ഥലം, അല്ലെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ ലൈൻ വരച്ചിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ്, എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അത് കൂട്ടിമുട്ടിയ സ്ഥലം അതായിരിക്കും സെൻറ്റർ. അല്ലെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ 2 ലൈനിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്താലും മതി. ഇവിടുന്ന് 60 mm ഹൈറ്റിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇതാണ് 60 mm ഹൈറ്റിൽ പോയിൻ്റ്. ആ പോയിൻറ്റിലേക്ക് ഈ ഓവൽ ഷേപ്പിൻ്റെ എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്നും എക്സ്ട്രീം റൈറ്റിൽ നിന്നും ഓരോ ലൈന് വരയ്ക്കുക. അപ്പോൾ അതിങ്ങനെ ഈ പോയിന്റിൽ നിന്ന് സ്കെയിലിംഗ് ഇങ്ങനെ കൊണ്ടു നോക്കിയാൽ മതി, എവിടെയാണ് അത് ലാസ്റ്റ് ഒരു ടച്ച് വരുന്ന നോക്കുക, അവിടെ നിന്നൊരു ലൈന് മേലേക്ക് വരയ്ക്കുക. അതേപോലെ ഈ സൈഡിൽ നിന്നും എവിടെയാണ് ഏറ്റവും ഇങ്ങനെ നീക്കി 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 കൊണ്ടുവരുമ്പോൾ എവിടെയാണ് ആ ഓവൽ ഷേപ്പിൻ്റെ മേലെ ഒരു സിംഗിൾ ടച്ച് വരുന്നത് നോക്കുക, അങ്ങോട്ട് വരയ്ക്കുക. ഇതോടുകൂടെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഏതൊക്കെയാണ് കാണുന്ന ഭാഗം, ഏതൊക്കെയാണ് കാണാത്ത ഭാഗം. ഇപ്പോൾ ശരിക്കും ഇതിനെ നമ്മുടെ അടുത്തേക്ക് ഒരു കോൺ ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ അടുത്തേക്ക് കുറച്ച് ചെരിച്ച് വെച്ച രൂപത്തിലാണ് ഐസോമെട്രിക് വ്യൂവും ഐസോമെട്രിക് പ്രൊജക്ഷനും ഉണ്ടാവുക. അപ്പോൾ ഒരു സാധനം വെച്ച് നമ്മളുടെ അടുത്തേക്ക് ചെരിക്കുമ്പോൾ ആ മുകൾ ഭാഗവും ഈ സൈഡും ഒക്കെ എന്തായാലും കാണും. അടിഭാഗത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളുടെ അടുത്തേക്ക് നിൽക്കുന്ന ഭാഗം കാണും, ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിൽക്കുന്ന ഭാഗം കാണില്ല. അപ്പോൾ ഈ 2 സൈഡ് എന്തായാലും കാണും. നിങ്ങൾ തിക്ക് ലൈൻ ആക്കേണ്ടത്, തിക്ക് ലൈനാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പേന ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ പേന ഉപയോഗിക്കരുത്. അപ്പോൾ ഈ 2 സൈഡ്
എന്തായാലും കാണും. സൈഡ് കാണും. പിന്നെ ഈ അടിഭാഗത്തെ ഓവൽ ഷേപ്പിൻ്റെ സെൻട്രൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വരച്ച ഈ 2 ലൈനിൻ്റെ അടിഭാഗത്ത് ഒരു സ്കെയിൽ വെച്ചാൽ ഈ സ്കെയിലിൽ നിന്ന് നമ്മളുടെ അടുത്തേക്ക് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് കാണും. ദൂരേക്ക് നിൽക്കുന്നത്, മുകൾ ഭാഗത്തേക്ക് നിൽക്കുന്നത് കാണില്ല. അങ്ങനെ കണക്കൂട്ടിയാലും മതി. കാരണം ഒരു സാധനത്തെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ചെരിക്കുമ്പോൾ, ഒരു സാധനം ഇങ്ങനെ തറയിൽ വെച്ചിട്ട് നമ്മളുടെ അടുത്തേക്ക് അതിൻ്റെ മുകൾ ഭാഗം ചെരിക്കുമ്പോൾ ആ മുകൾ ഭാഗം കാണും, 2 സൈഡ് കാണും, പിന്നെ അടിഭാഗത്ത് നമ്മളുടെ അടുത്തേക്ക് നിൽക്കുന്ന ഭാഗമാണ് കാണുക. സോ ഇവിടെ ഈ ഒരു ലൈന് നോക്കുകയാണെങ്കിൽ ഈ ലൈനിൽ നിന്ന് നമ്മളുടെ അടുത്തേക്ക് നിൽക്കുന്ന ഇത്രയും ഭാഗം കാണും. അതേ സമയത്ത് മുകളിലേക്ക് നിൽക്കുന്ന ഈ ഭാഗം കാണില്ല. സോ ഇവിടെ നിങ്ങൾ ഈ സൈഡ് കംപ്ലീറ്റ് നിങ്ങൾക്ക് തിക്കാക്കാം. അത് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കോമ്പസ് കൊണ്ട് തന്നെ നിങ്ങൾക്കത് ശരിയാക്കാൻ പറ്റും. സോ ഇത്രയും തിക്ക് ലൈൻ ആയിരിക്കും. എന്നാൽ ഈ ഭാഗം ബാക്കോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മുകൾ ഭാഗത്തേക്ക് നിൽക്കുന്ന ഈ ഭാഗം ഹിഡൻ ആണ്. സോ ഹിഡൻ ആയതുകൊണ്ട് ഡാഷ് ലൈൻ കാണിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോണ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന് ഡയമെൻഷനിങ് നടത്തണം. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ എം എന്ന് താഴെ എഴുതി വെക്കും വേണം. സോ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ എം എം എന്ന് എഴുതി വെക്കണം. തന്നിരിക്കുന്ന എല്ലാ അളവുകളും ഇതിൽ കാണണം. ഇതിൽ തന്നിരിക്കുന്ന അളവുകൾ ഒന്ന് ഡയമീറ്ററിലേ തന്നിരിക്കുന്നത്. സോ ഡയമീറ്റർ നിങ്ങൾ ഇതിനകത്ത് മാർക്ക് ചെയ്യണം. ഡയമീറ്ററിന് 5 എന്ന ലെറ്റർ ഉപയോഗിക്കും. സോ 550 എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ 50 എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ തന്നിരിക്കുന്നത് ഹൈറ്റ് അല്ലേ, ഹൈറ്റും നമുക്കതുപോലെ തന്നെ കാണിക്കാം. ഹൈറ്റ് 60 ആണ്. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അളവുകൾ. അത് നമ്മളിവിടെ കാണിച്ചു. ഇനി ഈ അളവുകൾ ഇവിടെയും കാണിക്കണം, അതായത് ഐസോമെട്രിക്കലും കാണിക്കണം. ഐസോമെട്രിക്കൽ കാണിക്കാൻ ഇപ്പോൾ ഹൈറ്റ് കാണിക്കുകയാണെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സെൻറ്റർ പോയിൻ്റ് മുതൽ ഈ എപ്പെക്സ് വരെയുള്ള ഈ അളവിനല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് ഒരു വര വരയ്ക്കുക, ഇവിടെ മുകൾ ഭാഗത്തു നിന്ന് ഒരു വര വരയ്ക്കുക, എന്നിട്ടത് കാണിക്കുക. പക്ഷേ കാണിക്കുന്ന സമയത്ത് ഈ 2 വരകളും ഐസോമെട്രിക് ആയതുകൊണ്ട് ഈ കാണിച്ച ഏതെങ്കിലും ഈ ലൈനിനോ അല്ലെങ്കിൽ ഈ ലൈനിനോ പാരലായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. അപ്പോൾ ഞാൻ ഈ LMന് പാരലായിട്ട് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഒരു ലൈൻ വരച്ചു, അതേപോലെ അതിന് പാരലായിട്ട് ഇവിടെയും വരച്ചു, എന്നിട്ട് കാണിക്കുക ഹൈറ്റ്. അതേപോലെ ഇതിൻ്റെ ഡയമീറ്റർ നമുക്ക് എവിടെ വേണമെങ്കിലും കാണിക്കാം. ഇവിടെയുള്ള പേരുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെയും കാണിക്കാം. അങ്ങനെ കാണിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാം നമുക്ക് ഐസോമെട്രിക്കിൽ. ഇപ്പോൾ LO എന്നുള്ള സൈഡിൻ്റെ മിഡിലാണല്ലോ A വരുന്നത്. സോ LOയുടെ സൈഡിൻ്റെ മിഡിൽ വരുന്നത് ഇവിടെ ഈ പോയിൻ്റ് ആയിരിക്കും, A എന്നുള്ള പോയിൻ്റ്. അതേപോലെ ഈ Lൻ്റെ അടുത്ത് വരുന്നതാണ് B. സോ ഇവിടെ B വരും, പിന്നെ ഇത് C വരും, ഇത് D വരും, E, ഇവിടെ F, പിന്നെ ഇത് P, ഇത് Q. ശരി, വീഡിയോ റിപ്പീറ്റ് ചെയ്തിട്ട് കാണുക, എങ്ങനെയാണിത് വരയ്ക്കുന്നത് നോക്കുക. വളരെ സിമ്പിളാണ്. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലായാൽ വളരെ സിമ്പിളാണ്. നമുക്ക് അടുത്തൊരു ഫിഗർ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം.